ആം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ധർമ്മപുത്രർ ഉണർത്തിച്ചു, ഹേ ഭഗവൻ, സർവലോകേശ്വരന്മാരായ ബ്രഹ്മരുദ്രാദികളും ലോകഗുരുക്കന്മാരായ സനകാദികളും നിന്തിരുവടിയുടെ ആജ്ഞയെ കാത്തു സേവിച്ചു നിൽക്കുന്നു. എന്നാൽ അവിടുന്ന് ഹീനരും രാജാഭിമാനികളുമായ ഞങ്ങൾക്ക് ദാസ്യം ചെയ്യുന്നു. പക്ഷേ നിന്തിരുവടി എന്തു ചെയ്താലും അതെല്ലാം ശോഭനം തന്നെ. സർവകാരണകാരണനായ അവിടുത്തെ തേജസ്സിന് സൂര്യൻ്റെതെന്ന പോലെ ഒരു കാലത്തും കൂടുതൽ കുറവില്ല. കാരണം അഭിമാനം ഏതുമില്ലാത്തതു തന്നെ. അതിന് അവിടുത്തെ പാദസേവകന്മാരായ ഭക്തന്മാർക്ക് പോലും ശരീരാഭിമാനമില്ല. എല്ലാ ശരീരങ്ങളും നിന്തിരുവടിയുടെ മൂർത്തിഭേദങ്ങളാണെന്നും സ്പഷ്ടമായി കാണുന്ന അവർക്ക് ഞാൻ, എൻ്റെ, നീ, നിന്റെ എന്ന ഭേദബുദ്ധിയില്ല. ഇപ്രകാരം സ്തുതിച്ചിട്ട് യാഗത്തിന് ഉചിതമായ വസന്തകാലത്തിൽ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി ആരംഭ നടപടികൾ തുടങ്ങി. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ധൃതരാഷ്ട്രാദികൾ, സാമന്ത രാജാക്കന്മാർ എന്നിവരെയെല്ലാം ക്ഷണിച്ചു വരുത്തി യാഗഭൂമിയെ സ്വർണക്കലപ്പയാൽ ഉഴുതു. ധർമ്മപുത്രരെ വിധിപ്രകാരം ദീക്ഷിപ്പിച്ചു. യാഗോപകരണങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ശ്രീകൃഷ്ണ ഭക്തന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിവുള്ള വിവേകികൾ യാഗത്തിന്റെ ഗാംഭീര്യം കണ്ട് ഒട്ടും ആശ്ചര്യപ്പെട്ടില്ല. ദേവവർച്ചസ്വികളായ യാചകന്മാർ മഹാരാജാവിനെ കൊണ്ട് വിധിപ്രകാരം യജിപ്പിച്ചു. ശ്രീ ശിവനും ബ്രഹ്മാവും ലോകപാലാദികളും ദേവന്മാരും നേരിട്ട് വന്ന് യജ്ഞഭാഗങ്ങൾ സ്വീകരിച്ചു. ഒടുവിൽ അഗ്രപൂജയ്ക്കുള്ള ഘട്ടം വന്നു. അതിനർഹമായ ഉത്തമ പുരുഷൻ ആരാണെന്ന് ആലോചനയായി. ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലെത്താൻ സദസ്യർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മഹാജ്ഞാനിയായ സഹദേവൻ പറഞ്ഞു, സത്വതാംപതിയായ സാക്ഷാൽ ഭഗവാൻ അച്യുതൻ ഇവിടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഈ പ്രശ്നം ഒരു വിവാദ വിഷയമായി തീർന്നത് ആശ്ചര്യം തന്നെ. ദേശകാലധനാദികളും അവയുടെ അധിഷ്ഠാന ദേവതകളും ഈ ഭഗവാൻ തന്നെ. സമഷ്ടിലോകം ഈ ഭഗവാന്റെ സ്വരൂപമാണ്. യാഗം, അഗ്നി, ആഹൂതി, മന്ത്രം, കർമ്മ എന്നിവയെല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാനെ പൂജിച്ചാൽ സകല ദേവതകളും തൃപ്തരാകുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പിരുന്ന ഏകനായ പരബ്രഹ്മവും പിന്നീട് ലോകമായി കാണപ്പെടുന്നതും ശ്രീകൃഷ്ണൻ തന്നെ. തന്തിരുവടിക്കാശ്രയമായി അന്യവസ്തുവില്ല. കർമ്മങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്നതും ശ്രീകൃഷ്ണ കടാക്ഷത്തിനാലാണ്. ജീവജാലങ്ങൾ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സാധിക്കുന്നതും ശ്രീകൃഷ്ണനിൽ നിന്നാണ്. ദാനം അനന്തഫലപ്രദമാകണമെങ്കിൽ സർവഭൂതാന്തരാത്മാവും പരിപൂർണനുമായ ശ്രീകൃഷ്ണന് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനാൽ ശ്രീകൃഷ്ണനു തന്നെ അഗ്രപൂജ ചെയ്യണം. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയായ സർവഭൂതങ്ങളും പ്രസാദിക്കും. ഇതിലാർക്കും ലവലേശം സംശയം വേണ്ട. ശ്രീകൃഷ്ണ മഹിമ അറിയാവുന്നവനായ സഹദേവൻ ഇത്രയും പറഞ്ഞു നിർത്തി. സാധുസത്വന്മാരെല്ലാം ആ വാക്കുകളെ സാധുവാദം ചെയ്ത് സ്തുതിച്ചു. യുധിഷ്ഠിരന്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. പ്രണയവിഹ്വലനായി പ്രിയ ഭഗവാന്റെ ശ്രീപാദപത്മങ്ങളെ കഴുകി ആ പാവന തീർത്ഥം താനും കുടുംബവും ശിരസിൽ അഭിഷേകം ചെയ്തു. നാഥനെ വിശേഷപ്പെട്ട മഞ്ഞപ്പട്ടു വസ്ത്രവും ഉത്തരീയവും ധരിപ്പിച്ചു. ദിവ്യ സുഗന്ധലേപനം ചെയ്തു. മഹാർഹങ്ങളായ ആഭരണങ്ങളെല്ലാം അണിയിച്ചു. തൻ്റെ പ്രേമ സർവസ്വത്തെ ആഗ്രഹിച്ചതുപോലെയെല്ലാം ഈ വിധം പൂജിക്കാൻ സാധിച്ച തൻ്റെ ഭാഗ്യമോർത്തു യുധിഷ്ഠിരന്റെ ഹൃദയം ആനന്ദഭരിതമായി. ആ ആനന്ദം പ്രേമാശ്രുക്കളായി പ്രവഹിച്ചതിനാൽ പ്രിയതമന്റെ മനോഹര രൂപം കൺകുളിരെ നോക്കാൻ പോലും ആ ഭക്ത ഗ്രണിക്കു കഴിഞ്ഞില്ല. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. സഭാവാസികൾ ഒന്നടക്കം കൈകൂപ്പിക്കൊണ്ട് നമോ നമ, ജയ വിജയീ ഭവ എന്നും അന്തരീക്ഷം പിളരുമാറ് ആർത്തു വിളിച്ചു. ഭഗവത് പാർഷദനായ ജയന്റെ ചരമജന്മമായ ശിശുപാലൻ സഭയിൽ നടന്ന ആ കോലാഹലങ്ങളെല്ലാം ഒരു ഭാഗത്തിരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണനെ ധർമ്മപുത്രർ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അമർഷം കൊണ്ടു. ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന കോശം അവന്റെ കോപാഗ്നിയെ ജ്വലിപ്പിച്ചു. ഉച്ചത്തിലുള്ള ജയാരവവും കൂടിയായപ്പോൾ ക്രോധാവേശത്താൽ ഇരിക്കപ്പൊറുതി ഇല്ലാതെയായി ചാടി എഴുന്നേറ്റു മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുലഭ്യം വമിച്ചു തുടങ്ങി. അഹോ, കാലം പോയ പോക്ക്! ഒരു ബാലന്റെ വാക്കു കേട്ട് ഇവിടെ ഇരിക്കുന്ന ജ്ഞാനവൃദ്ധന്മാർക്ക് പോലും ബുദ്ധി ഭ്രമിച്ചല്ലോ. ഹേ സദസ്പതികളെ, നിങ്ങൾ പാത്രാപാത്ര നിർണയം ചെയ്യാൻ സമർത്ഥരാണല്ലോ.
കൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് അർഹനെന്നും അറിവില്ലാത്ത ഒരുവൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ അംഗീകരിച്ചു? ഈ സഭയിൽ ഒന്ന് കണ്ണോടിക്കുവിൻ. തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും വ്രതചര്യ കൊണ്ടും ജ്ഞാനലാഭം കൊണ്ടും ബ്രഹ്മനിഷ്ഠരായി ലോകപാലന്മാരാൽ പൂജ്യരായ എത്രയോ യോഗീശ്വരന്മാർ ഇവിടെയുണ്ട്. അവരെയെല്ലാം തിരസ്കരിച്ച് കുലദൂഷകനായ ഒരു ഗോപാലനെ അഗ്രാസനത്തിൽ ഇരുത്തി പൂജിച്ചതു ശരിയോ? ഇവന് ജാതി ശ്രേഷ്ഠതയോ കുലമഹിമയോ ആശ്രമധർമ്മമോ വല്ലതും ഉണ്ടോ? താനോന്നിയും ഗുണഹീനനുമായ ഇവൻ എങ്ങനെ അഗ്രപൂജയ്ക്ക് അർഹനാവും? ഇവന്റെ പൂർവികനായ യദുവിന്റെ കാലം മുതൽ ആ വംശത്തെ സജ്ജനങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു. ഇവനെ പൂജിച്ചതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മഹാകഷ്ടവുമായി പോയി. പുണ്യം നശിച്ച ശിശുപാലൻ വമിച്ച ദുർവാക്കുകൾ ശ്രീ ഭഗവാനെ അല്പവും ചലിപ്പിച്ചില്ല. കുറുക്കൻ കൂളയിട്ടാൽ സിംഹത്തിനെന്ത്? സജ്ജനങ്ങളായ സദസ്യർക്കും ഈ നിന്ദാപ്രസംഗം കർണകഠോരമായി തോന്നി. അവർ ചെവി രണ്ടും പൊത്തി ആ ഭഗവദ്വേഷിയെ ശപിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങിപ്പോയി. ധർമ്മജ്ഞന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭഗവാനെയോ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേട്ടാൽ ശക്തിയുണ്ടെങ്കിൽ ശാസിച്ചടക്കണം. അതിനു കഴിവില്ലെങ്കിൽ ഉടനെ സ്ഥലം വിടണം. അതല്ലാതെ അത് കേട്ടുകൊണ്ടിരുന്നാൽ കേൾക്കുന്നവർക്കും ധർമ്മഭ്രംശം സംഭവിക്കും. പാണ്ഡവന്മാർ കോപിച്ച് ശിശുപാലനെ വധിക്കാൻ ആയുധങ്ങളും എടുത്തുകൊണ്ട് എഴുന്നേറ്റു. ശിശുപാലൻ ഒട്ടും ഭയസംഭ്രമം കൂടാതെ അവരെ ഭർസിച്ചുകൊണ്ട് കയ്യിൽ വാളുമായി നിന്നു. ഭഗവാൻ പാണ്ഡവരെ വിലക്കി. ശിശുപാല വേഷത്തിൽ നിന്ന് തൻ്റെ ഭൃത്യനെ ശാപമോക്ഷം നൽകി തൻ്റെ വൈകുണ്ഠപദം ചേർക്കുവാൻ സങ്കല്പിച്ച് തന്തിരുവടി തന്നെ തൻ്റെ ശ്രീ ചക്രത്താൽ അവൻ്റെ തലയറുത്തിട്ടു. ശിശുപാല പക്ഷക്കാരെല്ലാം പ്രാണനം കൊണ്ടോടി. ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് നിർഗമിച്ച് സകലരും കാൺകെ ശ്രീ വാസുദേവനിൽ ലയിച്ചു. ശ്രീ ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ട സാധുക്കൾ ജയഘോഷം മുഴക്കി. ഭഗവത് പാർഷദനായ ജയന്റെ മൂന്നാമത്തെ ജന്മമായ ശിശുപാലൻ സുദൃഢമായ വൈരാനുബന്ധത്താൽ ഭഗവത് സായുജ്യം പ്രാപിച്ചു. അനന്തരം യാഗം യഥാവിധി സമാപിച്ചു. ഋത്വിക്കുകളും അതിഥികളും സംഭോജ്യരും സംതൃപ്തരുമായി മടങ്ങി. ശ്രീ ഭഗവാൻ കുറെ മാസങ്ങൾ കൂടി താമസിച്ചിട്ട് ദ്വാരകയിലേക്ക് എഴുന്നള്ളി. സകല ജനങ്ങളും രാജസൂയ യാഗത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. എന്നാൽ കുരുകുലനാശകാരനും കലിയുടെ അംശവും അസൂയാലുവുമായ ദുര്യോധനൻ മാത്രം പാണ്ഡവരുടെ അഭിവൃദ്ധി കണ്ടിട്ട് സഹിക്കാതെ പരിതപിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.